Hi, I'm Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഇൻ സിലിണ്ടറിക്കൽ ഷേപ്പ്. സാധാരണ നമ്മളങ്ങനെ വീതിപ്പാടൊക്കെ നീളപ്പാടൊക്കെ അല്ലേ കണ്ടിട്ടില്ലേ? ഇത് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു വെർട്ടിക്കൽ ഗാർഡനാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഇതേപോലെ കൊളുത്തുള്ള പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ തിരഞ്ഞെടുക്കാം. ഞാനിവിടെ പോത്തോസ് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ സ്പൈഡർ പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ എപ്പിസിയ, ഫിറ്റോണിയ, ഇങ്ങനെ 4 ഇനത്തിലുള്ള സസ്യങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. കുറേ എണ്ണമൊക്കെ ഞാൻ നട്ട് നേരത്തെ തന്നെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണെന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ കൊളുത്തുള്ള പാത്രങ്ങൾ വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങിയിട്ട് നമ്മൾ ഏത് ചെടിയാണോ നടേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇത് ഫിറ്റോണിയാണ്. ഇത് നോക്കിക്കേ, ഇത് എപ്പിസിയാണ്. ഇച്ചിരി വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് വെള്ളത്തിലങ്ങ് വെച്ചതാണേ. കണ്ടില്ലേ, ഈ മഴയുടെ ഇടയ്ക്ക് വെയിൽ. പല കളറ് നമുക്ക് ഇതേപോലെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് വൈറ്റ്, വലിയ സൈസ് നോക്കിയിട്ട് വെക്കാം, അല്ലെങ്കിൽ ചെറിയ സൈസ് നോക്കിയിട്ട് വെക്കാം. ഇത് വലിയ സൈസാണ്. ഇത് രണ്ടും ഫിറ്റോണിയാണ്, ഇത് എപ്പിസിയാണ്. ഇതുണ്ടോ, എപ്പിസിയുടെ വേറൊന്ന് പൂവൊക്കെ ഉണ്ട്. അതിങ്ങനെ ഞാന്ന് തൂങ്ങിയൊക്കെ വരും, അപ്പം നല്ല ഭംഗിയുണ്ടാവും. മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ കഴുകിപ്പൊക്കും. മനസ്സിലായില്ലേ? ഇതേപോലെ നമുക്ക് വേണ്ടത്ര ചെടികളെ ഒരുക്കിയെടുക്കണം. ഇന്ന് നമ്മൾ ഒരു സിലിണ്ടറിക്കൽ വെർട്ടിക്കൽ ഗാർഡനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പഴയ കമ്പിവല പെയിൻ്റ് അടിച്ച് ഒന്ന് പുതുക്കുകയാണ് ഞാൻ. ഇതിലാണ് ഞാൻ എൻ്റെ വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ ഗാർഡനിൽ ചെടികൾ വെക്കാൻ പോവുകയാണ്. ഇത് കണ്ടില്ലേ, ഈ കമ്പിവല ഒരു സിലിണ്ടറിക്കൽ ആകൃതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഇത്. മുകളിലേക്ക് ആയതുകൊണ്ട് ഇത് വെർട്ടിക്കലുമാണ്. ഇനി ഇതിൽ ചെടികൾ വെക്കുമ്പോൾ അത് വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ഗാർഡനായിട്ട് മാറും. നമുക്കെന്നാൽ വെച്ച് നോക്കാം. ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ നട്ടു വെച്ചിരുന്ന ചെടികളാണ്. കണ്ടില്ലേ, ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അത് ഒന്നുകൂടെ താഴേക്കാണ് വരേണ്ടത്. ഇത് കണ്ടോ, ഒന്നാമത്തെ ലെയർ നമ്മൾ വെച്ചു. പോത്തോസാണ്, എൻജോയ് പോത്തോസ് കൊണ്ടുള്ള ഒരു ലെയറാണ്.
നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു മഞ്ജുള എങ്ങാണ്ട് വന്നിട്ടുണ്ട്, എന്നാലും മുഴുവൻ തന്നെ എൻജോയ് പോത്തോസാണ്. ഇനി സ്പൈഡർ പ്ലാന്റ് ആണ് വെക്കുന്നത്. ഇച്ചിരി അകന്ന് നിങ്ങളുടെ ആകെ എണ്ണം നോക്കിയിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി. സ്ഥലമില്ലാത്തവർക്ക് പല വിധത്തിലുള്ള ചെടികൾ ഈ ഒരു സിലിണ്ടറിക്കൽ ഇതിൽ തന്നെ വെക്കാം കേട്ടോ. റിയോ പ്ലാന്റോ പിന്നെ കോളിയോസോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമുക്ക് കുറഞ്ഞ സ്ഥലമുള്ളെങ്കിൽ പലവിധ ചെടികൾ ഒരു ചെറിയ സ്പേസിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമല്ലേ. ഇതൊക്കെ നേരത്തെ പിടിപ്പിച്ചതാണ് കേട്ടോ, അല്ലെങ്കിലും വേഗം പിടിക്കും. ഇപ്പം മഴക്കാലവും കൂടെയല്ലേ, വലിയ താമസമൊന്നുമില്ല. ഇത് കണ്ടില്ലേ സ്പൈഡർ പ്ലാന്റ് എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നോക്കി. ഈ പച്ചയും വെള്ളയും കൂടെയുള്ള കോമ്പിനേഷനും ഇതിൻ്റെ ഈ സിലിണ്ടറിക്കലിൽ നിൽക്കുന്ന നിൽപ്പും കണ്ടേ, നല്ല ഭംഗിയില്ലേ. ഇതേപോലെ ഇത്ര വലുതായിക്കൊള്ളണമെന്നില്ല, ഇതിനേക്കാൾ ചെറുതും നിങ്ങൾക്ക് ഉണ്ടാക്കാം. വലിയ മഴയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ഷീറ്റ് എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ മുകളിലൊരു വലിയ പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ അകത്തും ചെടി നമുക്ക് സിലിണ്ടറിക്കൽ ഗാർഡനിൽ നടാവുന്നതാണ്. അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട്. അടുത്ത് നമ്മൾ ഫിറ്റോണിയയും അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഒന്നിടവിട്ട് എപ്പിസിയയും വെക്കുക. ഇതുണ്ടോ, ഒരു ഫിറ്റോണിയ വെച്ചു, പിന്നെ അടുത്തത് ഒരു എപ്പിസിയ വെച്ചു. ഇതിലൊക്കെ ഇപ്പം നട്ടതുകൊണ്ട് മണ്ണുണ്ട്, അത് സാരമില്ല, ഇച്ചിരി നനയ്ക്കുമ്പോൾ എല്ലാം ശരിയായിക്കോളും. വീണ്ടും ഫിറ്റോണിയുടെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് വെച്ചു. ഇനി എപ്പിസിയുടെ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ളതൊന്ന് കൊടുത്തു. വീണ്ടും ഫിറ്റോണിയുടെ റെഡ് കൊടുത്തു. എപ്പിസിയുടെ വേറെ ഗ്രീൻ വെറൈറ്റി, നല്ല ഒരു വെറൈറ്റിയാണിത്, അത് കൊടുത്തു. വീണ്ടും ഇവിടെ എപ്പിസിയ കൊടുത്തു. വീണ്ടും ഫിറ്റോണിയ കൊടുത്തു. അപ്പം നിങ്ങൾക്കിതില്ലെങ്കിൽ റിയോ പ്ലാന്റ് ഉണ്ടെങ്കിൽ റിയോ പ്ലാന്റ് ഒക്കെ കൊടുക്കാം കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഒരു ലെയറും കൂടെ താത്തിയിട്ട് വേണമെങ്കിൽ ഒരു ലെയറും കൂടെ കൊടുക്കാം. പാത്രം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയാക്കിയത്. ഇപ്പം ഇത് നോക്കിക്കേ, വെള്ളം നനച്ചിട്ടില്ല കേട്ടോ, മണ്ണൊക്കെ പറ്റിയാണ് ഇരിക്കുന്നത്. എപ്പിസിയ ഫിറ്റോണിയ എന്നിങ്ങനെ രണ്ടും കൂടെ ഇടകലർത്തിയാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഒരു 4-5 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ഇത് നല്ല ഭംഗിയായിരിക്കും. കാരണം ഇത് വേഗം പിടിക്കുന്നതല്ലേ എപ്പിസിയയും ഫിറ്റോണിയയും. അപ്പോൾ ഇതേപോലെ നല്ലോണം തൂങ്ങിയൊക്കെ വരും, പൂക്കളും ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ ഗാർഡനാണ്.
ഇനി ഇതിനെ നനച്ചു കൊടുക്കണം. പിന്നെ എന്ത് വേണം? അതേപോലെ തന്നെ ഇതിനൊക്കെ കണ്ടില്ലേ, വള്ളിയൊക്കെ കുറച്ച് കൂടുതലല്ലേ, അപ്പം നമുക്കിതൊന്ന് മുറിച്ച് ഒന്ന് ഷേപ്പ് വരുത്താം. പ്രൂണിങ് ഇതിൽ നല്ല പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടമാനം അങ്ങോട്ട് വലുതായാൽ നല്ലതല്ലല്ലോ. അപ്പം നമ്മൾ കുറച്ചൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ ഒത്തിരി തൂങ്ങിക്കിടക്കുന്നത് അത് വേഗം ഇങ്ങ് വളർന്നു വന്നോളൂ. എല്ലാം പോയി പോവുമോ എന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് വേറെ ഉണ്ടാക്കുകയും ചെയ്യാം. ഈ ഭാഗത്തും കുറച്ചുണ്ട്. ഇങ്ങനെ അധികമായിട്ടുള്ളത് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇച്ചിരി ചാണകപ്പൊടിയും എല്ലുപൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റും ഇച്ചിരി എല്ലുപൊടിയും രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ഓരോ നുള്ളിട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുക. അപ്പം നല്ലവണ്ണം പൂക്കളും ഉണ്ടാവും. ഇനി അതിവേഗം പൂക്കൾ വേണമെന്ന് വല്ല ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ എപ്പിസിയകൾക്ക് ഡാപ്പ് ഒരു 3-4 മണി വീതം ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. വേറെ ഒന്നിനും ഇടണ്ട കേട്ടോ, പൂവുണ്ടാകുന്നതിന് മാത്രം, എപ്പിസിയകൾക്ക് മാത്രം. ബാക്കിയുള്ളതിനൊക്കെ എല്ലുപൊടിയും മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ എല്ലുപൊടിയും ചാണകപ്പൊടി ഇത് രണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നനച്ചു കൊടുക്കണ്ടേ. മുകളിലെ ഈ ഇലയിലൊക്കെയുള്ള ഇതുണ്ടോ, ഇലയിലൊക്കെ ചെളിയല്ലായിരുന്നു. ഇപ്പം നമ്മൾ നട്ടതല്ലേ, അതുകൊണ്ട് അതിന് ചെളിയൊക്കെ ഉണ്ട്. ഇതൊക്കെ പോയി നീറ്റായില്ലേ. ഇത് നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. ഇങ്ങനെ വല്ലതും മടങ്ങിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വെച്ച് കൊടുക്കുക. കുറഞ്ഞ വെള്ളം മതി. എങ്ങനെയുണ്ട്? വെർട്ടിക്കൽ ഗാർഡൻ ഇൻ സിലിണ്ടറിക്കൽ ഷേപ്പ്. നല്ലതായിട്ടുണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.